ഷാലോം പ്രേക്ഷകർക്ക് വചനം തിരുവചനം പ്രോഗ്രാമിലേക്ക് ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. ലൂക്കാസ് സുവിശേഷം 22-ാം അധ്യായത്തിൽ ഈശോയുടെ ഗത്സമനിയിലെ മനോഹരമായ പ്രാർത്ഥന നമ്മൾ കാണുകയാണ്. ഈ പ്രാർത്ഥനയിൽ പരീക്ഷയിൽ അകപ്പെടാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ഈശോ ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുന്നതായിട്ട് നാം കാണുകയാണ്. ഈശോയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു ജീവിത മുഹൂർത്തത്തിലേക്ക് ഈശോ കടന്നു വരാനായിട്ട് തുടങ്ങുന്ന അവസരത്തിൽ കാൽവരിയിൽ തൻ്റെ ജീവനും ജീവിതവും ദൈവജനത്തിന് വേണ്ടി അർപ്പിക്കാനായിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ പോകുന്നതിന് ഒരുക്കമെന്ന നിലയിൽ ഈശോ ഗത്സമനിയിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് നാം കാണുകയാണ്. ആ പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് നമ്മൾ ഒന്ന് കടന്നു ചെല്ലുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങളെ, പ്രലോഭനങ്ങളെ, പ്രശ്നങ്ങളെ എങ്ങനെയാണ് ഈശോയോടൊത്ത് പ്രാർത്ഥിച്ച് നമുക്കതിനൊരു പരിഹാര മാർഗം, അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ സ്ട്രെസ്സുകളെ, ടെൻഷനുകളെ പ്രാർത്ഥനയിലൂടെ പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റ് പ്രെയർ ആയിട്ട് വേണമെങ്കിൽ ഇതിനെ കാണുവാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ ആ പ്രാർത്ഥനയിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്റ്റെപ്പായിട്ടാണ് ഈശോ ഈ രീതിയിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തേത്, പരീക്ഷകളെ, പ്രലോഭനങ്ങളെ പ്രാർത്ഥനയുടെ നിമിഷങ്ങളാക്കി ഈശോ മാറ്റുകയാണ്. ഒരു മനുഷ്യജീവിതത്തിലുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളെ എങ്ങനെ പരിഹരിക്കണം എന്ന് അന്വേഷിക്കുകയാണെങ്കിൽ ഗത്സമനിയിലെ പ്രാർത്ഥനയിൽ കിടക്കുന്ന മനോഹരമായ ചില ഉൾക്കാഴ്ചകൾ നമ്മുടെ ജീവിതത്തിനും പ്രേരണയാകും, പ്രചോദനമാകും. സാധാരണ രീതിയിൽ മനുഷ്യജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വന്തം ബുദ്ധി കൊണ്ട്, സ്വന്തം ശക്തി കൊണ്ട്, സഹോദരങ്ങളുടെ ശക്തി കൊണ്ട് അതിൻ്റെ കെട്ടഴിക്കാനായിട്ടാണ് നമ്മൾ പലപ്പോഴും ശ്രമിക്കുക. എന്നാൽ ദൈവപുത്രനായ ഈശോ കാണിച്ചിരുന്ന വലിയൊരു മാതൃകയുണ്ട്. പ്രാർത്ഥനയുടെ പ്രലോഭനങ്ങളുടെ നിമിഷങ്ങളെ, വിമർശനങ്ങളുടെ നിമിഷങ്ങളെ ഈശോ പ്രാർത്ഥനയുടെ നിമിഷങ്ങളാക്കി മാറ്റുകയാണ്. പലപ്പോഴും നമുക്ക് മാനസിക സംഘർഷം ഉണ്ടാകുന്നത് മറ്റുള്ളവരുടെ അന്യായമായ വിധിയും വിമർശനങ്ങളും കേട്ടുകൊണ്ടാണ്. അങ്ങനെ വിധിയും വിമർശനങ്ങളും കേട്ട് കഴിയുമ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് വിമർശിക്കപ്പെടുമ്പോൾ, അവമതിക്കപ്പെടുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ചിലപ്പോൾ പ്രതികാരത്തിലേക്ക് നീങ്ങാൻ സാധിക്കുന്ന, നിഷേധാത്മകമായ വികാരങ്ങളിൽ നിറഞ്ഞ് നിഷേധാത്മകമായ പ്രവർത്തനങ്ങളിലേക്ക് വഴിതിരിഞ്ഞു പോകുന്ന ജീവിതങ്ങളെ കാണാൻ സാധിക്കും. എന്നാൽ ഈശോയിൽ നമുക്ക് പഠിക്കേണ്ട വലിയൊരു മാതൃക വിമർശനങ്ങളെ ഈശോ വിശുദ്ധീകരിക്കാനുള്ള അവസരമാക്കി മാറ്റുകയാണ്. വിമർശനങ്ങളെ വിശുദ്ധീകരിക്കാനുള്ള മാർഗങ്ങളാക്കി മാറ്റുകയാണ്. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മൾ ചെയ്ത തെറ്റായിരിക്കണമെന്നില്ല വിമർശിക്കപ്പെടുന്നു. ഒരുപക്ഷെ ചെയ്ത തെറ്റുകളുണ്ടെങ്കിൽ ആ തെറ്റിനെ അവരുടേതായ രൂപത്തിലും ഭാവത്തിലും അവരത് വിമർശിക്കാറുണ്ട്. സംഭവിച്ചതല്ല പ്രധാനപ്പെട്ടത്, സംഭവിച്ചതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളാണ്. ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആരാണ് വിമർശിച്ചത്, എന്താണ് വിമർശിച്ചത് എന്ന് കൂടുതൽ ആകുലപ്പെടുന്നതിനുപരിയായി എൻ്റെ ജീവിതത്തിൽ ഈ ഒരു വിമർശനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവം അറിയാതെയല്ല, ദൈവം അനുവദിക്കാതെയല്ല ഈ വിമർശനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള അടിസ്ഥാന വിശ്വാസം ഉണ്ടെങ്കിൽ ഈശോ ചെയ്തതുപോലെ പ്രലോഭനങ്ങളുടെ നിമിഷങ്ങളെ, വിമർശനങ്ങളുടെ നിമിഷത്തെ പ്രാർത്ഥനയുടെ നിമിഷങ്ങളാക്കി ഈശോ മാറ്റുകയാണ്. കാരണം വിശുദ്ധീകരിക്കാനുള്ള അവസരം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ വിശുദ്ധിയെ സംബന്ധിച്ചും പ്രാർത്ഥനയെ സംബന്ധിച്ചും അടുത്ത കാലത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇറക്കിയ പ്രബോധന രേഖയാണല്ലോ, അതായത് ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. അപ്പോൾ അതിൽ വളരെ മനോഹരമായ രീതിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ സഭാമക്കളോട് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്. പ്രാർത്ഥന ശക്തിയാണ്, ശക്തി പ്രാർത്ഥനയാണ്. അതായത് ഗത്സമനിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഈശോ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ദുഃഖവെള്ളിയാഴ്ച 3 മണിക്ക് മരക്കുരിശിൽ മരിക്കുന്ന ഈശോ താൻ നേരിടാൻ പോകുന്ന അപമാനങ്ങളെ, വിമർശനങ്ങളെ ശക്തി കൊണ്ട് സ്വീകരിക്കുവാനായിട്ട് പ്രാർത്ഥനയിൽ ശക്തിപ്പെടുന്ന ഒരു ഈശോയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിമർശനങ്ങൾ വിശുദ്ധീകരിക്കാനുള്ള അവസരങ്ങളാണ്. എന്താണ് ഈ വിശുദ്ധീകരണം എന്ന് പറയുന്നത്? നമ്മിലുള്ള നന്മയെ പുറത്തെടുക്കുക, നമ്മിലുള്ള നല്ലതിനെ പുറത്തെടുക്കുക. ദൈവം ഓരോരുത്തർക്കും അവരവരുടെ കഴിവിനനുസരിച്ചുള്ള കൃപകൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ വ്യക്തിയും നമ്മിലെ ദ ബെസ്റ്റ് വേർഷൻ ഓഫ് അവേഴ്സെൽഫ്,
അതുകൊണ്ട് ചിലപ്പോൾ ജീവിതത്തിൽ ചില സമ്മർദ്ദങ്ങളും വിമർശനങ്ങളും ഉണ്ടാകുമ്പോഴാണ് നമ്മിലെ നന്മയെ പുറത്തെടുക്കാനുള്ള, ആത്മശക്തിയെ പുറത്തെടുക്കാനുള്ള, ഏറ്റവും നല്ലത് പുറത്തെടുക്കാനുള്ള അവസരമായിട്ട് പ്രാർത്ഥനയെ കാണാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദാവീദ് രാജാവിനെ വിമർശിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തെ വിമർശിച്ച വ്യക്തിയുടെ തലവെട്ടിക്കളയട്ടെ എന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ ദാവീദ് രാജാവിന് പ്രതാപമുള്ളയാളാണ്, അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല, വിമർശിക്കുന്ന വ്യക്തിയുടെ വായടപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ദാവീദ് പറയുന്ന മനോഹരമായൊരു കാര്യമുണ്ട്, ഇത് ദൈവം അറിയാതെയല്ല സംഭവിച്ചത്. അങ്ങനെയെങ്കിൽ നമുക്കെതിരെ കുറ്റാരോപണം നടത്തുന്നവർ നമ്മൾ ചെയ്തതിൻ്റെ പേരിലാകാൻ ചെയ്യാത്തതിൻ്റെ പേരിലാകാനുള്ള ആരോപണം ഉയരുമ്പോൾ അവിടെ നമ്മൾ ഭയപ്പെടുകയല്ല ചെയ്യേണ്ടത്, ഇതിനെ ഒരു വിശുദ്ധീകരിക്കാനുള്ള ഒരു അവസരമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. റെസ്പോൺസ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. മനുഷ്യ ജീവിതത്തിൽ മനുഷ്യന് കിട്ടിയിരിക്കുന്ന വലിയൊരു കഴിവ്, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രലോഭനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ, സംഭവങ്ങളും വ്യക്തികളും നമ്മുടെ മുൻപിൽ കടന്നു വരുമ്പോൾ അവരോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് തിരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവ് ദൈവം മനുഷ്യൻ നൽകിയിട്ടുണ്ട്. വി ഹാവ് ദ ഫ്രീഡം ടു ചൂസ്. എങ്ങനെ പ്രതികരിക്കണം, ആരോട് പ്രതികരിക്കണം, എപ്പോൾ പ്രതികരിക്കണം, ഏത് സമയത്ത് പ്രതികരിക്കണം. റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ളൊരു പ്രതിഷേധമാണ്, ആക്ഷൻ്റെ റിയാക്ഷൻ പോലെ. അവിടെ അതെന്ന് പറയുന്നതിന് അതിന് പ്രത്യേകിച്ച് വിശ്വാസവും വിദ്യാഭ്യാസവും ഉണ്ടാകണമെന്നില്ല. ആർക്കും റിയാക്ഷൻ നടത്താനായിട്ട് സാധിക്കും. ഒരു സംഭവം കേട്ട ഉടനെ, ഒരു വ്യക്തിയെ കണ്ട ഉടനെ, അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടായതിൻ്റെ പേരിൽ എടുത്തു ചാട്ടി മുറിപ്പെടുത്തുന്ന പ്രവണതകൾ സാധിക്കും. അതിനെ നമുക്ക് റിയാക്ഷൻ എന്ന് പറയാം. എന്നാൽ റെസ്പോൺസ് എന്ന് പറയുന്നത് അത് വിശ്വാസത്തിൻ്റെയും യുക്തിയുടെയും ഇടയിൽ നിന്നുകൊണ്ടുള്ള പക്വമായുള്ള ഒരു പ്രതികരണമാണ്. റെസ്പോൺസ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. നമ്മുടെ മുൻപിലൂടെ വ്യക്തികൾ കടന്നു വരാറുണ്ട്. സ്നേഹിക്കുന്നവരുണ്ട്, നമ്മളെ വെറുക്കുന്നവരുണ്ട്, നമ്മളോട് താല്പര്യമുള്ളവരുണ്ട്, നമ്മളോട് അസൂയപ്പെടുന്നവരുണ്ട്, നമ്മുടെ നാശം ആഗ്രഹിക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വ്യക്തികളെ നമ്മൾ ഓരോ ദിവസവും കണ്ടുമുട്ടാറുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവങ്ങൾ ധാരാളം വരാറുണ്ട്. അനുകൂലമായ സംഭവങ്ങൾ, പ്രതികൂലമായ സംഭവങ്ങൾ, നശിപ്പിക്കുന്ന തരത്തിലുള്ള ഡിസ്ട്രക്റ്റീവായുള്ള എക്സ്പീരിയൻസ് വരാറുണ്ട്. ഇതിൻ്റെ എല്ലാം നടുവിൽ വ്യക്തികളും വസ്തുക്കളും സംഘർഷങ്ങളും സംഭവങ്ങളും വരുമ്പോൾ എങ്ങനെ നമുക്ക് അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കും, എങ്ങനെ റെസ്പോൺസ് നടത്തണമെന്നുള്ളത് ഒരു വ്യക്തിയുടെ ക്യാരക്ടർ അനുസരിച്ചിരിക്കും. അതായത് ആ വ്യക്തിയുടെ വിശ്വാസവും വിദ്യാഭ്യാസവും ആണ് ആ വ്യക്തിയെ ഏത് തരത്തിലാണ് ഈ സംഭവത്തോട്, ഈ വ്യക്തിയോട്, ഈ സാഹചര്യത്തോട് പ്രതികരിക്കേണ്ടതെന്ന് അല്ലെങ്കിൽ റെസ്പോൺസ് നടത്തേണ്ടതെന്ന് ആ വ്യക്തിയുടെ അവകാശം. ഇവിടെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ നമ്മിലെ നന്മയെ പുറത്തു കൊണ്ടുവരികയാണ്. വളരെ മോശമായ രീതിയിൽ വേണമെങ്കിൽ ആ സംഭവത്തോട്, നിഷേധാത്മകമായ ഒരു സംഭവം കേട്ടപ്പോൾ നമുക്ക് ആ തരത്തിൽ വേണമെങ്കിൽ അതിനോട് റിയാക്ട് ചെയ്യാം. അതിന് വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല, വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യവുമില്ല. അതുകൊണ്ട് വിശ്വാസം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുമില്ല. അവിടെയാണ് ഈശോ നമ്മൾ പഠിക്കുന്ന വലിയൊരു സത്യം ഇതാണ്. വിമർശനങ്ങളുടെ നിമിഷങ്ങളെ ഈശോ പ്രാർത്ഥനയുടെ നിമിഷങ്ങളാക്കി മാറ്റും. 2, പ്രലോഭനങ്ങളുടെ നിമിഷങ്ങളെ നവീകരിക്കാനുള്ള മാർഗമാക്കി മാറ്റുക. അതായത് പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരും. ഒരു മനുഷ്യ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ കടന്നു വരാണ്ട്. ഒന്നാമത്തെ ഒരു പ്രലോഭനം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മേൽ അത് ആധിപത്യം ചെലുത്താനുള്ള ഒരു അഹങ്കാരത്തിൻ്റെ പ്രലോഭനമാണ്. നമ്മൾ മറ്റുള്ളവരെക്കാളും മെച്ചമാണെന്നും നമ്മൾ പറയുന്നത് മാത്രമാണ് ശരിയെന്നും മറ്റുള്ളവരൊക്കെ നമ്മളെക്കാളും താഴ്ന്നവരാണെന്നുമുള്ള തരത്തിലുള്ള ഒരു അഹങ്കാരത്തിൻ്റെ ഒരു പ്രലോഭനം മനുഷ്യ ജീവിതത്തിലുണ്ടാകും. പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ മേൽ ആധിപത്യം ചെലുത്താനുള്ള പ്രവണത അതൊരു പ്രലോഭനമാണ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹത്തിൻ്റെ പ്രലോഭനമാണ്. ഭൗതിക വസ്തുക്കൾ സ്വന്തമാക്കിയ കഴിഞ്ഞാൽ ഹാവിങ്, എനിക്കതുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവരെക്കാളിലെല്ലാം മെച്ചമാണെന്ന് കാണിക്കാനുള്ള ഒരു തരത്തിലുള്ള മനുഷ്യ മനസ്സിൻ്റെ ദരിദ്രമായ അവസ്ഥ, ആത്മാവിൻ്റെ ദരിദ്രമായ ഒരു അവസ്ഥ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ സാധിക്കും. മൂന്നാമതായിട്ട് അലസത എന്ന് പറയുന്നൊരു പ്രലോഭനമാണ്. ഉത്തരവാദിത്വം നിർവഹിക്കാതെ ഒതുങ്ങിക്കൂടുക എന്ന് പറയുന്നത് മൂന്നാമത്തെ പ്രലോഭനമാണ്. നാലാമത്തെ പ്രലോഭനം എന്ന് പറയുന്നത് ചില ഭൗതിക വസ്തുക്കൾ അത് ഉപയോഗിക്കും തോറും സംതൃപ്തി കിട്ടുമെന്ന് ഈറ്റഹോളിക് നേച്ചർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അത് കിട്ടിയെങ്കിൽ മാത്രമേ സന്തോഷവും സംതൃപ്തിയും കിട്ടത്തുള്ളൂ. എല്ലാ ദാഹവും ശമിപ്പിക്കാൻ പോവുക, എല്ലാ വിശപ്പും ശമിപ്പിക്കാൻ പോകുന്നതാണ് മൂന്നാമത്തെ പ്രലോഭനം. നാലാമത്തെ എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടത്താതെ വരുമ്പോൾ നമ്മൾ അവരുടെ മേൽ നടത്തുന്ന അധിനിവേശം, ഒരർത്ഥത്തിൽ പിന്നെ അരിശമെന്ന് പറയാം. എനിക്ക് നിയന്ത്രിക്കാനാവാത്ത കാര്യങ്ങൾ അംഗീകരിക്കാതെ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവർ രോഷം കൊള്ളുന്നു. അതും മനുഷ്യജീവിതത്തിലെ ഒരു പ്രലോഭനമാണ്. അതുപോലെ തന്നെ അഞ്ചാമത്തെ പ്രലോഭനം എന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല, അസൂയയാണ്. മറ്റൊരു വ്യക്തിയുടെ നന്മ കാണുമ്പോൾ അതിനെ ഉയർത്തി കാണിക്കാനായിട്ടും താഴ്ത്തി കാണിക്കാനായിട്ടും അവരെക്കാളിലും മെച്ചമാണെന്ന് കാണിക്കാനുള്ള തരങ്ങളിലേക്ക് സേവിക്കാറുണ്ട്. പിന്നെ മറ്റൊന്നൊരു പ്രലോഭനമാണ് മറ്റൊരു വ്യക്തിയെ കാണും, ആ വ്യക്തിയെ എനിക്ക് വേണ്ടി സ്വന്തമാക്കാനുള്ള ഒരു ജഡത്തിൻ്റെ ഒരു ആഗ്രഹവും അഭിലാഷവും. അപ്പോൾ മനുഷ്യ വ്യക്തിയിൽ അടിസ്ഥാനപരമായിട്ട് 7 പ്രലോഭനങ്ങൾ കിടപ്പുണ്ട്. 1 ഒരു അധികാരമോഹമാണ്, 2 അത്യാഗ്രഹത്തിൻ്റെ മോഹമാണ്, 3 ഭൗതിക വസ്തുക്കളും സാധനങ്ങളും സ്വന്തമാക്കാനുള്ള മോഹമാണ്,
അടുത്തെന്ന് പറയുന്നത് അരിശത്തിൻ്റെതാണ്, അസൂയയുടേതാണ്, അതോടെ തന്നെ ജഡമുഖത്തിന്. ഈ 7 പ്രലോഭനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതും വിശ്വസിച്ചതും നമ്മുടെ വിശ്വാസം ശരിയാണോ, നമ്മുടെ സ്വഭാവത്തെ ഉരച്ചു നോക്കുന്ന സന്ദർഭങ്ങളാണ് ഈ 7 പ്രലോഭനങ്ങൾ. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് അതായത് ഒരർത്ഥത്തിൽ പ്രലോഭനങ്ങളെ നവീകരിക്കാനുള്ള മാർഗമാക്കി മാറ്റാൻ സാധിക്കും. അതാണ് പ്രാർത്ഥനയ്ക്ക് ചെയ്യുന്നത്. മനുഷ്യജീവിതത്തിൻ്റെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ കടന്നു വരുന്ന പ്രലോഭനങ്ങളെ സംസ്കരിക്കാനുള്ളതും, ഈ വിശപ്പ് ശമിപ്പിക്കേണ്ടതുണ്ടോ, ഈ ദാഹം ശമിപ്പിക്കേണ്ടതുണ്ടോ, ഈ വസ്തു സ്വന്തമാക്കേണ്ടതുണ്ടോ എന്നുള്ള നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കുന്ന ഒരു നിമിഷമാക്കി പ്രാർത്ഥനയെ മാറ്റാൻ സാധിക്കും. അപ്പോൾ അതായത് പ്രാർത്ഥനയിൽ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വരികയാണ്. ഒന്ന്, വിമർശനങ്ങളെ വിശുദ്ധീകരിക്കാനുള്ള അവസരമാക്കി പ്രാർത്ഥനയെ മാറ്റാം. 2, പ്രലോഭനങ്ങളെ നവീകരിക്കാനുള്ള അവസരമാക്കി മാറ്റാം. 3, നമ്മുടെ ജീവിതത്തിലുള്ള അവമാനങ്ങളെ അഭിഷേകമാക്കി മാറ്റാനുള്ളൊരു അവസരമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നാം കാണുന്ന ഈശോയുടെ ജീവിതത്തിൽ ആരുടെയും ഒരു വസ്തു എടുക്കാത്ത ഈശോയെ 2 കള്ളന്മാരുടെ നടുവിൽ അവഹേളിതനാക്കി കുരിശിത്തിറക്കി നമ്മൾ കാണും. സ്വന്തം അമ്മയുടെയും സഹോദരങ്ങളുടെ മുമ്പിൽ വസ്ത്രം ഉരിയപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ കാണുകയാണ്. അതോടൊപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും നല്ല മാനസികാരോഗ്യം നിറഞ്ഞു നിന്നുവെന്ന് മനഃശാസ്ത്രം വിശേഷിപ്പിക്കുന്ന ഈശോയെ വട്ടനാണെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബന്ധുക്കൾ പിടിച്ചു കെട്ടാനായിട്ട് വരുന്നു നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ വിഞ്ഞുകൂടിയനാണെന്ന് പറഞ്ഞുകൊണ്ടും പാപികളുടെ സ്നേഹിതനാണെന്ന് പറഞ്ഞുള്ള ഒരുപാട് അപമാനത്തിൻ്റെ വാക്കുകൾ കേൾക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടല്ല അവസാനം നമ്മൾ കാണുന്നുണ്ട്, കാൽവരിയിലെ മരക്കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിയുന്ന സമയത്ത്, അതായത് വേദനിക്കുന്ന മനുഷ്യനെ ഈശോയുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകുമ്പോൾ താഴെ നിന്നുകൊണ്ട് അതിനെ ആഹ്ലാദമാക്കി മാറ്റുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. ഗാഗുൽത്തായിൽ കാണുന്നൊരു പ്രത്യേകതയാണ് മറ്റൊരു വ്യക്തിയുടെ കണ്ണുനീര് കണ്ടിട്ട് സന്തോഷിക്കുന്ന, ആഹ്ലാദിക്കുന്ന മനുഷ്യപ്രവൃത്തി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള അവമാനങ്ങളെ അഭിഷേകമാക്കി മാറ്റാനുള്ള അവസരമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ ഗെത്സമനിയിലെ പ്രാർത്ഥന നമുക്ക് നൽകുന്ന ഒരു 3 വലിയ സന്ദേശമാണ്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നമുക്ക് നേരെ ഉണ്ടാകുന്ന വിമർശനങ്ങളെ വിശുദ്ധീകരിക്കുക, നമ്മിലെ നന്മയെ പുറത്തെടുക്കാനുള്ള ഒരു ശ്രമം. എംപവേർഡ് വിത്ത് ഗ്രേസ്, കൃപയാൽ നമ്മിലുള്ള നന്മയെ പുറത്തു കൊണ്ടുവരാനുള്ള അവസരമാണ്. 2, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അതായത് പ്രലോഭനങ്ങളെ സംസ്കരിക്കാനുള്ള ഒരു സമയമാണ്. അത് സംസ്കരിക്കപ്പെടാത്ത ഒന്നിനും വിലയില്ല. ആത്മീയതയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു തലമെന്ന് പറയുന്നത് സംസ്കരിക്കുകയാണ്. ക്രൂഡ് ഓയിൽ സംസ്കരിച്ച് ഡീസലാക്കുന്നത് പോലെ, വീണ്ടും സംസ്കരിച്ച് പെട്രോൾ ആക്കുന്നത് പോലെ, വീണ്ടും സംസ്കരിച്ച് വിമാനത്തിന് ഉപയോഗിക്കുന്ന ഏവിയേഷൻ ഓയിലായി മാറ്റുന്നത് പോലെ നമ്മെ തന്നെ കടഞ്ഞെടുക്കാനുള്ള, സംസ്കരിച്ചെടുക്കാനുള്ള ഒരവസരമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 വിധത്തിൽ നമുക്ക് ഈ ഗെത്സമനിയിലെ പ്രാർത്ഥനയെ കാണുവാനായിട്ട് സാധിക്കും. അവിടെ ചെന്നുകൊണ്ട് ഈശോ ഇനി തൻ്റെ ഹിതം എന്താണെന്ന് പിതാവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. യഥാർത്ഥ പ്രാർത്ഥനയിൽ ദൈവത്തെ എൻ്റെ സ്വരം കേൾപ്പിക്കുക മാത്രമല്ല, ദൈവത്തിൻ്റെ സ്വരം ഞാൻ കേൾക്കുന്നത് കൂടിയാണ്. ലിസണിങ് ടു ദ വിൽ ഓഫ് ഗോഡ്, ലിസണിങ് ടു ദ വോയിസ് ഓഫ് ചേഞ്ച്. മാറ്റത്തിൻ്റെ ശബ്ദത്തിന് ചെവിയോർക്കുന്നതാണ്, ദൈവഹിതത്തിന് ചെവിയോർക്കുന്നതാണ് പ്രാർത്ഥന. അവിടെ നമുക്ക് കാണുകയാണ് ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ സാധിക്കുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകന്നു പോകട്ടെ എന്ന് ഈശോ പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ഈശോ കൂടെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല എന്നുള്ളത്. ദൈവത്തെ എൻ്റെ സ്വരം കേൾപ്പിക്കുക എന്നുള്ളത് പ്രാർത്ഥനയുടെ 1-ാം ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. അത് ആരാധനയിലൂടെ, സ്തുതിയിലൂടെ, കൃതജ്ഞതയിലൂടെ ദൈവം നൽകിയ നന്മകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. 2-ാമത്തെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്ന പ്രാർത്ഥനയിലെ ലിസണിങ് പ്രെയറാണ്, ട്രാൻസ്ഫോമിങ് പ്രെയറാണ്. റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ് എന്ന് പറയുന്ന പ്രബോധന രേഖയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട്, എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്, എന്തിനാണ് ആരാധിക്കുന്നത്. അതായത് നമുക്കൊരു മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഉത്തരവാദിത്വ ബോധം ഊതി കാച്ചിയെടുക്കുന്ന സമയമാണ് പ്രാർത്ഥന. സ്നേഹപ്രതിബദ്ധത കൂട്ടുന്നതാണ് പ്രാർത്ഥന. അപ്പോൾ എന്തുമാത്രം ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നുവോ അത്രയും ആ വ്യക്തി സംസ്കരിക്കപ്പെട്ടിരിക്കും. അതായത് ജീവിതത്തിലുണ്ടാകുന്ന നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ, വിമർശനങ്ങൾ വരുമ്പോൾ, പ്രലോഭനങ്ങൾ വരുമ്പോൾ, അവമാനങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് ആ വ്യക്തി അതിനോട് പ്രതികരിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലാണ് നമ്മളെ സംസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തുമാത്രം നമ്മൾ പ്രാർത്ഥിക്കുന്നുവോ, ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് പോലെ കത്തോലിക്കാ സഭയുടെ നിലപാടിതാണ്, സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്നതാണ്. അതായത് ദൈവത്തെ എൻ്റെ സ്വരം മാത്രം കേൾപ്പിക്കുന്ന ഒരു പ്രവണത ഇന്ന് സഭയിലും സമൂഹത്തിലും വളരെ ശക്തമായി വരികയാണ്. എനിക്ക് പറയാനുള്ളതൊക്കെ അങ്ങോട്ട് കേട്ടാച്ചാൽ മതി, തിരിച്ചു പറയുന്ന ഒന്നും കേൾക്കാനായിട്ട് നിൽക്കുക. അവിടെയാണ് ജീവിതത്തിൽ മാറ്റം വരാത്തൊരു പ്രാർത്ഥന. അപ്പോൾ സ്നേഹപ്രതിബദ്ധത കൂട്ടുന്നതാണ് പ്രാർത്ഥന. കാരുണ്യത്തിൻ്റെ മുഖം നമ്മളിൽ തെളിയുന്നതാണ് പ്രാർത്ഥന. അതോടൊപ്പം പരസ്യം, അതായത് ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെ പരസ്യമായ ആവിഷ്കാരത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതായത് ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും വിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ ഈ ഉത്തരവാദിത്വത്തിൻ്റെ ഉലയിൽ നിന്നും നമ്മൾ ഊറ്റിയെടുക്കുകയാണ്.
ഉത്തരവാദിത്വത്തിൻ്റെ അഗ്നി നമ്മുടെ ഉള്ളിൽ ജ്വലിപ്പിക്കുന്നതാണ് ഈ പ്രാർത്ഥന. ഇവിടെ നമ്മൾ കാണുക, ഈശോ തൻ്റെ ഹിതം പിതാവിനെ അറിയിക്കുകയാണ്, സാധ്യമെങ്കിൽ ഇത് മാറിപ്പോകട്ടെ എന്ന്. എന്നാൽ കുരിശെടുക്കുക എന്നുള്ളത് വിധിയല്ല, അത് വിളിയാണ് എന്ന് ഈ പ്രാർത്ഥനയിൽ ഈശോ തിരിച്ചറിയുകയാണ്. കുരിശെടുക്കുക വിധിയല്ല, അത് വിളിയാണ്. അതുകൊണ്ട് പ്രാർത്ഥന ഒരിക്കലും പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്നില്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രശ്നങ്ങളെ ഇല്ലാതാക്കിയല്ല, ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ എങ്ങനെ സമചിത്തതയോടുകൂടി കുലീനത്വത്തോടുകൂടി ഏറ്റെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിന്നാലെ പരക്കം പായേണ്ട ഒരു കാര്യമില്ല. അനുദിന ജീവിതത്തിൽ നമ്മൾ കാണുന്നു, തീരെ വയ്യാത്ത കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് ജീവിതകാലം മുഴുവനും ഒരു ചിതയനുഷ്ഠിക്കുന്നത് പോലെ സ്വന്തം കുടുംബത്തിൽ എരിഞ്ഞു തീരുന്ന അമ്മ എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൻ്റെ ഒരു ജീവിക്കുന്ന അത്ഭുതമാണ്. ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനയുടെ അവസരത്തിൽ 2 തളർവാദ രോഗികൾ ഏറ്റുപോകുന്ന ഒരു അത്ഭുതവും അടയാളവുമായിട്ട് നിങ്ങൾ പറഞ്ഞാൽ അതിലും വലിയൊരു അടയാളമാണ് വയ്യാത്തൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് ജീവിതകാലം മുഴുവൻ തൻ്റെ യൗവനവും തൻ്റെ ജീവിതവും തൻ്റെ ജീവനും തൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വീട്ടമ്മ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൻ്റെ വിശ്വാസത്തിൻ്റെ സാക്ഷ്യമാണ്, വിശ്വാസത്തിൻ്റെ അത്ഭുതമാണ്. തൻ്റെ മക്കൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി തൻ്റെ ജീവിത പങ്കാളിക്കും വേണ്ടിയിട്ട് അഹോരാത്രം അധ്വാനിക്കുന്ന ഒരു കുടുംബനാഥൻ എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ ഇന്നൊരു അത്ഭുതമാണ്. തൻ്റെ മക്കളോട് കാരുണ്യത്തോടു കൂടി പെരുമാറി അവർക്ക് വിശ്വാസവും വിദ്യാഭ്യാസവും കൊടുത്ത് വളർത്തുന്ന ഒരു അപ്പൻ എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൻ്റെ അത്ഭുതമാണ്. സ്വന്തം മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം നിർവഹിച്ച് നീതിബോധത്തോടുകൂടി വിശ്വാസത്തിലും വിശ്വസ്തതയും വളർന്ന മക്കൾ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൻ്റെയാണ്. ഇതാണ് ശരിക്കും വിശ്വാസത്തിൻ്റെ ദൃശ്യമായ അടയാളങ്ങൾ. നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രാർത്ഥനയിലൂടെ ശരിയായിട്ടുള്ളൊരു ആത്മീയ കാഴ്ചപ്പാടിലൂടെ നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെട്ടു വരേണ്ടതാണ്. അപ്പോൾ കുരിശെടുക്കുക എന്ന് പറയുന്നത് വിധിയല്ല, അത് വിളിയാണ്. നമ്മൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ചുമക്കേണ്ട ഒരു ചുമടുണ്ട്. നമ്മൾ ഓരോരുത്തരും നടന്നു പോകേണ്ട ഒരു വഴിയുണ്ട്. നമ്മൾ ഓരോരുത്തരും കുടിക്കേണ്ട ചില കാസയുണ്ട്. നമ്മൾ ഓരോരുത്തരും കയറേണ്ട ഒരു കാൽവരിയുണ്ട്. അതിൽ ഒറ്റിക്കൊടുക്കാനൊരു യൂദാസ് ഉണ്ടാകും, തള്ളിപ്പറയാനായിട്ടൊരു പത്രോസ് ഉണ്ടാകും, ആശ്വസിപ്പിക്കാനായിട്ടൊരു ജീവിത വഴിത്താരിയിൽ കടന്നു വരുന്ന ഒരു ശിമയോൻ ഉണ്ടാകും. ഇതാണ് ജീവിതം. ഈ വഴിയെ നമ്മൾ കടന്നുപോയേ മതിയാവും. അതുകൊണ്ട് പ്രാർത്ഥന ഒരിക്കലും സാഹചര്യങ്ങളെ മാറ്റുകയല്ല. അതാണ് പറയുന്നത്, ജീവിതത്തിൽ ചില വ്യക്തമായ ചില ബോധ്യങ്ങൾ, കൺവിക്ഷൻസ്, അതായത് ദൈവത്തിൻ്റെ വചനം നമ്മൾ നിരന്തരമായി കേൾക്കുകയും മഴ പെയ്ത് നിറയുന്നത് പോലെ നനയുന്നത് പോലെ ദൈവിക സത്യങ്ങൾ, ബോധ്യങ്ങൾ നിറയുമ്പോൾ അത് മനോഭാവങ്ങളായി രൂപാന്തരപ്പെടുകയാണ്. ഏതൊരു മനോഭാവത്തോടു കൂടി ജീവിതത്തിൽ ആറ്റിറ്റ്യൂഡ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഫാക്ട്. ജീവിതത്തിൽ യാഥാർത്ഥ്യങ്ങളെക്കാളും പ്രധാനപ്പെട്ടത് അതായത് മനോഭാവങ്ങളാണ്. യാഥാർത്ഥ്യങ്ങൾ ഒരിക്കലും പോസിറ്റീവ് ആകണം നിർബന്ധമില്ല. ഏതൊരു സാഹചര്യത്തെയും അതിനെ പോസിറ്റീവായിട്ട് കാണുവാനുള്ള അതാണ് പ്രയർ ക്യാൻ ചേഞ്ച് അവർ ലൈഫ്. പ്രയർ ഈസ് എ വൈബ്രേഷൻ എന്ന് പറയാറുണ്ട്. അതായത് പ്രാർത്ഥന എന്ന് പറയുന്ന ശക്തിയാണ്. അതായത് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ദൈവഹിതം എന്താണ്, എല്ലാവർക്കും ജീവൻ ഉണ്ടാകാനും സമർത്ഥമായിട്ടുണ്ടാകുന്നതാണ് ദൈവഹിതം. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം അല്ലാതെ ഒന്നും ഈ ഭൂമിയിൽ നടക്കുന്നില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നെങ്കിൽ, ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നെങ്കിൽ, അതായത് എനിക്ക് മുന്നോട്ട് പോകാൻ എൻ്റെ തലമുടി നാരിഴ എണ്ണുന്ന ദൈവം, ഞാൻ ഉമിനീരിറക്കുന്ന തിരിച്ചറിയുന്ന ദൈവം, എൻ്റെ കാൽപാദങ്ങൾ ഈ ഭൂമിയിൽ എവിടെയാണോ പതിയുന്നത് അത് തിരിച്ചറിയുന്നവനുണ്ടെങ്കിൽ സൂര്യൻ്റെ കണ്ണിനേക്കാൾ 10,000 മടങ്ങ് ശക്തിയുള്ള ദൈവത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന വീണ് അവിടെ നിന്ന് അറിയുന്നുണ്ട്. അതുകൊണ്ട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് 365 പ്രാവശ്യം വചനത്തിൽ ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ വചനത്തിൽ വിശ്വസിക്കുന്ന എനിക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം, ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് വിമർശനങ്ങളെ നമുക്ക് അപമാനങ്ങളെ അഭിഷേകമാക്കി മാറ്റാൻ പ്രാർത്ഥനയ്ക്ക് സാധിക്കും. വിമർശനങ്ങളെ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനായിട്ട്, നമ്മളുള്ള ഏറ്റവും നന്മയെ പുറത്തെടുക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ പ്രാർത്ഥനയെ ദൈവഹിതത്തിന് ചെവിയോർത്തുകൊണ്ട് പോകേണ്ട വഴി ഏതാണെന്നും ചെയ്യേണ്ട ദൗത്യം എന്താണെന്നും, അതായത് നമ്മുടെ സ്നേഹ ദൗത്യം ഓരോ ദിവസവും ഓർമ്മപ്പെടുത്തുന്നതാണ് പ്രാർത്ഥന. ഈ കാലഘട്ടത്തിൽ ഊന്നൽ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഉത്തരവാദിത്വം നിർവഹിക്കാത്തത് ഉത്തരിപ്പ് കടമാണെന്നുള്ളത്. മാതാപിതാക്കളോടും ബന്ധുമിത്രാദികളോടും സഹോദരങ്ങളോടും ഓരോരുത്തരെയും അവരെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിക്കാതെ മറ്റു വഴികളിലേക്ക് പോകുന്നത് ഉത്തരവാദിത്വമില്ല. ഇഫ് യു ആർ സ്പിരിച്വൽ യു ആർ റെസ്പോൺസിബിൾ. ഈ ഒരു സത്യവും ഈ ഗത്സമനിലെ പ്രാർത്ഥന നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നാം കാണുന്ന ഒരു വലിയൊരു സത്യം, ദൈവപുത്രനായ ഈശോയാണ് ഈ പ്രാർത്ഥിക്കുന്നത്. ദൈവപുത്രനാണ് പ്രാർത്ഥിക്കുന്നത്. അതായത് മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ മനുഷ്യൻ്റെ ഹൃദയത്തിന് സാധിക്കും. മനുഷ്യബുദ്ധി കൊണ്ട് പരിഹാരം കണ്ടെത്താനാത്ത ഒത്തിരി കാര്യങ്ങൾ, അതായത് മനുഷ്യൻ്റെ ഹൃദയത്തിലൂടെ വിശ്വാസത്തിലൂടെ ദൈവം വെളിപ്പെടുത്തി തരും.
അതുകൊണ്ടാണ് വിശ്വാസവും യുക്തിയും തമ്മിൽ ഒന്നിന് എതിരായി തീരുകയല്ല ചെയ്യേണ്ടത്, ഒന്നിനെ പൂരിതമാക്കുകയാണ് ചെയ്യുന്നത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പറയുന്ന ബുദ്ധിയിൽ അന്ധകാരം ബാധിക്കാൻ സാധ്യതയുണ്ട്. മനുഷ്യബുദ്ധിയിൽ അന്ധകാരം ബാധിച്ചാൽ മനസ്സ് മരവിക്കും, ഹൃദയം മന്ദീഭവിക്കും, എല്ലാവിധത്തിലുള്ള തിന്മകളിലും മനുഷ്യൻ ആവേശത്തോടെ മുഴുകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മനുഷ്യബുദ്ധി എന്ന് പറയുന്നത് ഇൻഫാലിബിൾ അല്ല എന്നും തെറ്റാവരം കിട്ടിയതല്ല മനുഷ്യബുദ്ധി എന്നും, നമ്മൾ ഓരോരുത്തരും വളർന്നു വന്ന നമ്മുടെ ജനിതക പ്രത്യേകത, അതോടൊപ്പം നമ്മുടെ പരിസരത്തിൻ്റെ പ്രത്യേകത, അതോടൊപ്പം നമ്മൾ പഠിച്ച നമ്മുടെ സാഹചര്യങ്ങൾ, ഇവയെല്ലാം നമ്മുടെ ബുദ്ധിശക്തിയുടെ വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടെന്നൊരു പരമമായ സത്യമാണ്. അതുകൊണ്ട് എൻ്റെ ബുദ്ധിയാണ് മറ്റുള്ളവരുടെ ബുദ്ധിയെക്കാളും മെച്ചമാണെന്നൊന്നും ആർക്കും അവകാശപ്പെടാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് മനുഷ്യബുദ്ധിയിൽ അന്ധകാരം നിറയാൻ സാധ്യതയുണ്ട്. അതുതന്നെയല്ല, മനുഷ്യബുദ്ധിയുടെ ബലഹീനത നമ്മൾ ചുറ്റുപാടിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എത്രയോ ബൗദ്ധികമായ രീതിയിൽ വലിയ ശക്തിയുള്ള എത്രയോ ജീവിതങ്ങളാണ് പലപ്പോഴും സ്വന്തം ജീവിതത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നത്. ഡോസ്റ്റോവിസ്കിയുടെ ഒരു നിരീക്ഷണമുണ്ട്, അതിബുദ്ധിമാനായ മനുഷ്യനെ കൊണ്ട് സമൂഹത്തിനും ആ വ്യക്തിക്കും കാര്യമായ ഉപകാരമൊന്നും കിട്ടിയിട്ടില്ല എന്ന്. അതുകൊണ്ട് ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ, ഇത് ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകമതികളിൽ നിന്നുമൊക്കെ മതിച്ച് കുഞ്ഞുങ്ങൾക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ കിട്ടുന്നത് മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് മനുഷ്യ ഹൃദയത്തിന് സാധിക്കും എന്നുള്ള ഒരു വിലയിരുത്തലാണ്. ലൂയി പാസ്റ്റർ പറഞ്ഞൊരു നിരീക്ഷണമുണ്ട്, അല്പം സയൻസ് മിക്കവാറും ഒരുപാട് വ്യക്തികളെ ദൈവത്തിൽ നിന്ന് അകറ്റിയിട്ടുണ്ട്. എന്നാൽ ശരിയായിട്ടുള്ള ശാസ്ത്രബോധം ഒരിക്കലും മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുകയല്ല, ദൈവത്തോട് അടുപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് സയൻസ് ക്യാൻ പ്രൊട്ടക്റ്റ് അവർ ലൈഫ്, ഫെയ്ത്ത് ഗീവ്സ് മീനിങ് ടു ലൈഫ്. സയൻസിന് നമ്മുടെ ജീവിതത്തെ രോഗത്തിൽ നിന്ന് ഒരു പരിധിവരെയൊക്കെ വൈദ്യശാസ്ത്രത്തിൻ്റെയും മനഃശാസ്ത്രത്തിൻ്റെയൊക്കെ സഹായത്തോടു കൂടി മനുഷ്യൻ്റെ മാനസികാരോഗ്യങ്ങളെ ഒരു പരിധിവരെയൊക്കെ സംരക്ഷിക്കാൻ സാധിക്കും. വൈദ്യശാസ്ത്രം ഒരു പരിധിവരെ മനുഷ്യൻ്റെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സാധിക്കും. എന്നാൽ മനുഷ്യ ജീവിതത്തിന് അർത്ഥം നൽകുന്നത് ഫെയ്ത്ത് ഗീവ്സ് മീനിങ് ടു ലൈഫ്, എത്തിക്സ് ഗീവ് മീനിങ് ടു ലൈഫ്. ആത്മീയതയും ധാർമ്മികതയും ഒക്കെയാണ് മനുഷ്യ ജീവിതത്തിന് അർത്ഥം കൊടുക്കുവാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് പ്രാർത്ഥനയെയും അതുകൊണ്ട് ജീവിതത്തെയും തമ്മിൽ ഒരു പൊരുത്തപ്പെടുത്തുന്ന രീതിയിൽ ജീവിതത്തിലെ കുരിശുകളെ തള്ളിക്കളയുന്നതല്ല, ഏറ്റെടുക്കാനുള്ള ബലവും ശക്തിയുമാണ് ഈ പ്രാർത്ഥന നൽകുന്നതെന്ന് ഈ ഗത്സമനിയിലെ പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുകയാണ്. അവിടെ നമ്മൾ കാണുന്നു, ഈശോ അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു. അത്രമാത്രം മാനസിക സംഘർഷത്തിൽ കൈമുറിഞ്ഞ് അല്ലെങ്കിൽ കാലുമുറിഞ്ഞ് ശരീരത്തിന് രക്തം ചീറ്റുന്നത് പോലെ ഈശോയുടെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണെന്ന്. അത്രമാത്രം മാനസികമായൊരു സംഘർഷമാണ്. എൻ്റെ ഹിതം അടിയറ വെക്കുന്നത് ബലിയാണെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം ഞാൻ ഏറ്റെടുക്കുന്നത് സജീവ ബലിയാണ്. അപ്പോൾ ബലിയും സജീവ ബലിയുമായി നമ്മുടെ പ്രാർത്ഥന രൂപാന്തരപ്പെടുകയാണ്. അപ്പോൾ ഈ ഗത്സമനിയിലെ പ്രാർത്ഥന നമുക്ക് നൽകുന്ന വലിയ ഒരു പ്രചോദനമാണ്. നമ്മുടെ ജീവിതത്തിൽ അനുദിന ജീവിതത്തിലുണ്ടാകുന്ന വിമർശനങ്ങളെ നമുക്ക് പ്രാർത്ഥനയെ വിശുദ്ധീകരിക്കാനുള്ള അവസരമാക്കി മാറ്റാം. അതോടൊപ്പം തന്നെ അനുദിന ജീവിതത്തിലുണ്ടാകുന്ന പ്രലോഭനങ്ങളെ സംസ്കരിക്കാനുള്ള അവസരമാക്കി മാറ്റാം. അവമാനങ്ങളെ അഭിഷേകമാക്കി മാറ്റാനായിട്ട് ഈ പ്രാർത്ഥന സാധിക്കട്ടെ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതത്തിന് ചെവി ഓർക്കുന്ന എൻ്റെ സ്വരം ദൈവത്തെ കേൾപ്പിക്കുക മാത്രമല്ല, ദൈവത്തിൻ്റെ സ്വരം ഞാൻ കേൾക്കുന്ന നിമിഷങ്ങളാക്കി മാറ്റുകയും ചെയ്യട്ടെ. 65-ാം സങ്കീർത്തനത്തിലെ 1-ാമത്തെ ഒരു വചനമുണ്ട്, ദൈവമേ നിശബ്ദതയാണ് അങ്ങേക്കുള്ള എൻ്റെ ഏറ്റവും വലിയ സ്തുതി. നിശബ്ദതയാണ് അങ്ങയോട് എൻ്റെ സ്തുതി, അതാണെന്ന് ദൈവത്തിന് കൊടുക്കുന്ന ജോബിൻ്റെ പുസ്തകം 33 നിശബ്ദമായി ശ്രവിക്കുക, നിനക്ക് ഞാൻ വിജ്ഞാനം പകർന്നു നൽകാം. ജോബ് 33. അതുകൊണ്ട് ദൈവിക ജ്ഞാനവും ദൈവിക വെളിച്ചവും ദൈവിക ശക്തിയും നമ്മിലേക്ക് ഒഴുകിയിറങ്ങുന്ന നിമിഷങ്ങളായിട്ട് ഈ പ്രാർത്ഥന രൂപാന്തരപ്പെട്ടെ. അതുകൊണ്ട് ഗത്സമനിയിലെ പ്രാർത്ഥന മാനസികമായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന എല്ലാ ജീവിതങ്ങൾക്കും ഒരു പ്രേരണയായി തീരട്ടെ. അവൻ ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു. പ്രശ്നങ്ങളിൽ തന്നെ മുഴുകിയിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കതിൻ്റെ ഒരു വഴി കണ്ടെത്താനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെയെങ്കിൽ ദൈവം അറിയാതെ അല്ല എൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉടയവനായ തമ്പുരാൻ്റെ മുമ്പിലേക്ക് നീങ്ങിക്കൊണ്ട് ദൈവമേ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള ഒരു വലിയ അഭിഷേകവും അഗ്നിയുടെ അഭിഷേകവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും നമുക്ക് ഈ വേദനയുടെ നിമിഷത്തിൽ വിഷമങ്ങളുടെ നിമിഷത്തിൽ നൽകുന്നു എന്നുള്ളതാണ് ഈ ഗത്സമനിയിലെ പ്രാർത്ഥന പഠിക്കുന്നത്. പ്രയർ ഈസ് പവർ ആൻഡ് പവർ ഈസ് പ്രയർ. പ്രാർത്ഥന ശക്തിയാണ് പ്രാർത്ഥന. ഗത്സമനിയിൽ ഈശോയെ ശക്തിപ്പെടുത്തിയ ആ പരിശുദ്ധാത്മ ശക്തി തന്നെ നമ്മുടെയും ജീവിതത്തെ അനുദിന ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന അവമാനങ്ങളെ അഭിഷേകമാക്കി മാറ്റാനും വിമർശനങ്ങളെ വിശുദ്ധീകരിക്കാനും അതുപോലെ പ്രലോഭനങ്ങളെ നവീകരിക്കാനുള്ള അവസരമാക്കി മാറ്റാൻ പ്രാർത്ഥന നമ്മളെ സഹായിക്കട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. നമുക്ക് തിരുസന്നിധിയിൽ തമ്പുരാനോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം.